ഒരു ആ ഇമാജിൻ ടേക്കിംഗ് അരിസ്റ്റോട്ടിൽസ് റിട്ടോറിക്, അതായത് ആ ഒരു ഏൻഷ്യൻ മാസ്റ്റർ ക്ലാസ് ഉണ്ടല്ലോ പെർസുവേഷന്റെ, അതിനെ നേരെ ഒരു സൂം സ്ക്രീനിലേക്ക് ഫോഴ്സ് ചെയ്യുക. അതെ, വളരെ കറക്റ്റായ ഒരു അനാലജിയാണത്. അതാണ് നമ്മൾ ഇന്ന് അൺപാക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡീപ്പ് ഡൈവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സോഴ്സ് മെറ്റീരിയലിലെ പബ്ലിക് സ്പീക്കിംഗ് ഇൻ ദ ഡിജിറ്റൽ എറ, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സമ്മറിയും പിന്നെ അതിലെ Q&A സെക്ഷൻസുമാണ് നമ്മളിന്ന് പ്രധാനമായും അനലൈസ് ചെയ്യുന്നത്. എക്സാക്ട്ലി, വളരെ റെലവെന്റ് ആയ ഒരു ടോപ്പിക്കാണ്. ടൈം ആൻഡ് സ്പേസ് പൂർണ്ണമായും കൊളാപ്സ് ചെയ്ത ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പബ്ലിക് സ്പീക്കിംഗ് എങ്ങനെ മാറിമറിഞ്ഞു, പിന്നെ ഈ എവല്യൂഷൻ നിങ്ങളുടെ കോർപ്പറേറ്റ് മീറ്റിംഗിൽ എങ്ങനെ ലെവറേജ് ചെയ്യാം എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ മിഷൻ. തീർച്ചയായും ഈ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ട്രൂലി മാസീവ് ആണ്. നമ്മൾ പഴയ ആ ഏൻഷ്യന്റ് ടൈംസിലെ ഫിസിക്കൽ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ നിന്ന് മാറി ചിന്തിക്കണം. അതെ, അതൊക്കെ പണ്ടല്ലേ. അതെ, ഇന്ന് മോട്ടിവേഷൻ ആകട്ടെ, എഡ്യൂക്കേഷൻ ആകട്ടെ, ലീഡർഷിപ്പ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് പെർസുവേഷൻ, ഇതൊക്കെ നടക്കുന്നത് ഗ്ലോബൽ നെറ്റ്വർക്സിലൂടെയാണ്. ജിയോഗ്രാഫിക്കൽ ലിമിറ്റ്സ് ഇന്ന് ഒരു പ്രശ്നമേ അല്ല. ഒട്ടുമല്ല. പക്ഷെ ആ ജിയോഗ്രാഫിക്കൽ ഫ്രീഡം വരുമ്പോൾ തന്നെ സ്പീക്കറിന് നേരിടേണ്ടി വരുന്നത് കംപ്ലീറ്റ്ലി ന്യൂ ആയ കുറച്ച് സൈക്കോളജിക്കൽ ആൻഡ് ടെക്നിക്കൽ ഹേർഡിൽസ് ആണ്. റൈറ്റ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്തൊരു എൻവയൺമെന്റിൽ നിങ്ങളുടെ ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു സ്കിൽ സെറ്റാണ്. എക്സാക്ട്ലി, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. അപ്പൊ നമുക്ക് നേരെ ആ ഫോമാറ്റ്സിലേക്ക് കടക്കാം അല്ലേ? തീർച്ചയായും. ഈ സോഴ്സ് മെറ്റീരിയൽ പ്രധാനമായും ടൈമിംഗ് പിന്നെ ഡെലിവറി ഇതിനെ ബേസ് ചെയ്ത് പബ്ലിക് സ്പീക്കിങ്ങിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിങ്ക്രോണസ് സ്പീക്കിംഗ് ആണ്. അതെ, അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഫോമാറ്റ്. എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി പങ്കെടുക്കുന്ന വെബിനാർസ് അല്ലെങ്കിൽ ലൈവ് സൂം കോൾസ്, ഇതൊരു ലൈവ് കോൺസെപ്റ്റ് പോലെയാണ്. നിങ്ങളും ഓഡിയൻസും ഒരേ സമയം വെർച്വലി പ്രസന്റ് ആണ്. കറക്റ്റ്, അതൊരു ഹൈവയർ ആക്ട് തന്നെയാണ്. ബട്ട് നോട്ട്സ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഫോർമാറ്റ് ശരിക്കും ഒരു മൈൻഫീൽഡ് ആണെന്നാണ്. അതെ, ഈ സിങ്ക്രോണസ് ഓൺലൈൻ സെറ്റിംഗില് സ്പീക്കറും ഓഡിയൻസും ഒരേ സമയം ലൈവാണ്, ജസ്റ്റ് സെപ്പറേറ്റഡ് ബൈ സ്ക്രീൻസ്. ഇതിന്റെ ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് റിയൽ ടൈം ഇന്ററാക്ഷൻ സാധ്യമാകുന്നു എന്നതാണ്. പിന്നെ ട്രാവൽ കോസ്റ്റ് ഇല്ലല്ലോ. അതെ, ഹൈലി ഇക്കോണമിക്കലാണ്. പാർട്ടിസിപ്പൻസിന് അവരുടെ വീടിന്റെ കംഫർട്ടിലിരുന്ന് ജോയിൻ ചെയ്യാം. പക്ഷേ സോഴ്സ് മെറ്റീരിയൽ വളരെ കൃത്യമായി ഇതിന്റെ ഡ്രോബാക്സ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് Q&A സെക്ഷനിൽ. അതിലേറ്റവും പ്രധാനം ആ അൺസർട്ടൻ ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ ആണ്. എക്സാക്ട്ലി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു ഇമ്പോർട്ടന്റ് പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ മുഴുവൻ ബ്ലാക്ക് സ്ക്രീൻസും മ്യൂട്ടഡ് മൈക്രോഫോൺസുമാണുള്ളത്. അതൊരു വല്ലാത്ത അവസ്ഥയാണ് ഏത് സ്പീക്കർക്കും. നിങ്ങൾ വളരെ ക്രിട്ടിക്കലായൊരു പോയിന്റ് പറയുന്നു അല്ലെങ്കിൽ ഒരു ജോക്ക് പറയുന്നു, ബട്ട് യു ഗെറ്റ് ആബ്സല്യൂട്ട് സീറോ ഫീഡ്ബാക്ക്. അതെ, അവിടെയാണ് ഈ കോഗ്നിറ്റീവ് ലോഡ് വരുന്നത്. അതെ, ഓഡിയൻസിൽ നിന്നുള്ള വിഷ്വൽ ക്യൂസ് ഇല്ലാതെ ആ മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് വലിയൊരു ചാലഞ്ചാണ്. ആളുകൾ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടോ അതോ ഫോണിൽ സ്ക്രോൾ ചെയ്യുകയാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു വഴിയുമില്ല. അതുമാത്രല്ല, വേറെയും ചില ടെക്നിക്കൽ വേരിയബിൾസ് ഇതിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണത്? ഈ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇഷ്യൂസ്, പിന്നെ ബാൻഡ്വിഡ്ത്ത് ഫ്ലക്ച്വേഷൻസ്, നെറ്റ്വർക്ക് ഡ്രോപ്സ്, ഇതൊന്നും സ്പീക്കറിന്റെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ലല്ലോ. തീർച്ചയായും അല്ല. ഇതൊക്കെ പ്രസന്റേഷന്റെ ഫ്ലോയെ ഇൻസ്റ്റന്റ്ലി റൂയിൻ ചെയ്യും. പിന്നെ എൻവയറമെന്റൽ ഡിസ്ട്രാക്ഷൻസ് വേറെയുണ്ട്. അതെ, ഓഡിയൻസ് അവരുടെ ലിവിംഗ് റൂംസിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. നിങ്ങൾ കൊമ്പീറ്റ് ചെയ്യുന്നത് അവരുടെ ഇമെയിൽസിനോടോ സ്ലാക്ക് മെസ്സേജസിനോടോ മാത്രമല്ല. ആമസോൺ ഡെലിവറീസ്, ഫാമിലി മെമ്പേഴ്സ്, പെറ്റ്സ് തുടങ്ങിയ ഒരുപാട് അൺപ്രിഡിക്റ്റബിൾ ഡിസ്ട്രാക്ഷൻസ് അവിടെയുണ്ട്. ദാറ്റ് മേക്സ് പെർഫെക്റ്റ് സെൻസ്. പക്ഷേ ഇത്രയും റിസ്ക്സ് ഉണ്ടായിട്ടും കമ്പനീസ് ഇപ്പോഴും ക്രിട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻസിന് സിങ്ക്രണസ് മീറ്റിംഗ്സ് തന്നെ പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം ആ Q&Aയും റിയൽ ടൈം ക്ലാരിഫിക്കേഷനും നൽകുന്ന വാല്യൂ വലുതാണ്. അതെ, ആ വാല്യൂ ഈ ടെക്നിക്കൽ ഗ്ലിച്ചസിനേക്കാൾ വലുതാണ്. നൗ നമുക്ക് കോയിൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഓക്കെ, ലൈവ് ഇന്ററാക്ഷൻ തീരെയില്ലാത്ത അസിങ്ക്രണസ് ഫോമാറ്റിനെ കുറിച്ച് മെറ്റീരിയൽ പറയുന്നുണ്ടല്ലോ. അതെ, എസിങ്ക്രണസ് സ്പീക്കിംഗ് എന്നത് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ്. ഇവിടെ ലൈവ് ഓഡിയൻസ് ഇല്ല. അപ്പൊ സ്പീക്കർ ഒരു ക്യാമറയോട് നേരിട്ട് മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നു. അതെ, എന്നിട്ട് ഓഡിയൻസ് അവർക്ക് സൗകര്യപ്രദമായ സമയത്ത് അത് കൺസ്യൂം ചെയ്യുന്നു. സോഴ്സ് മെറ്റീരിയൽ ഇതിന് നൽകുന്ന ഏറ്റവും മികച്ച ഉദാഹരണം ടെഡ് ടോക്സ് ആണ്. കൃത്യമാണ്. ടെഡ് ടോക്സ് ഒരു ഫിസിക്കൽ ഓഡിയൻസിന്റെ മുന്നിലാണ് നടക്കുന്നതെങ്കിലും അതിന്റെ പ്രൈമറി കൺസംഷൻ നടക്കുന്നത് പിന്നീട് ഓൺലൈനായി കാണുന്ന മില്യൺസ് ഓഫ് വ്യൂവേഴ്സിലൂടെയാണ്.
അതുകൊണ്ട് തന്നെ അതൊരു ഹൈലി ഇഫക്റ്റീവ് എസിൻക്രോണസ് ഫോമാറ്റായി മാറുന്നു. അതെ. ഈ നോട്ട്സ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിന്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് കൺട്രോൾ ആണ് എന്നതാണ്. നിങ്ങൾക്ക് റീടേക്സ് എടുക്കാം, മിസ്റ്റേക്സ് എഡിറ്റ് ചെയ്ത് മാറ്റാം. വളരെ പോളിഷ്ഡായ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാം. ബട്ട് ഡസൻ ദാറ്റ് ഓവർ എഡിറ്റിംഗ് കിൽ ദി ഓഥന്റിസിറ്റി? എല്ലാം ഫ്ലോളസ് ആയി മാറുമ്പോൾ അതൊരു ഹ്യൂമൻ കണക്ഷൻ അല്ലാതെ വെറും ഒരു കോർപ്പറേറ്റ് കമേഴ്ഷ്യൽ പോലെ ഫീൽ ചെയ്യില്ലേ? അതൊരു വളരെ കൃത്യമായ ഒബ്സർവേഷനാണ്. ലൈവ് ഇൻട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്പീക്കർ വളരെ കൃത്രിമമായി ഒരുപാട് എനർജി ജനറേറ്റ് ചെയ്യുകയും അത് സസ്റ്റെയിൻ ചെയ്യുകയും വേണം. ഒരു ഡെഡ് ക്യാമറ ലെൻസിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ ആ ക്രൗഡിൽ നിന്നുള്ള അഡ്രനാലിൻ റഷ് കിട്ടില്ലല്ലോ. ഇല്ല. പ്രീ റെക്കോർഡഡ് കണ്ടന്റ് കാണുന്ന ഓഡിയൻസിന്റെ അറ്റൻഷൻ സ്പാൻ വളരെ ഷോർട്ടാണ്. അതുകൊണ്ട് തന്നെ സ്പീക്കർ എക്സെപ്ഷണലി എനർജറ്റിക്കും ആർട്ടിക്കുലേറ്റുമായിരിക്കണം. ആ റെക്കോർഡിംഗ് കമ്പലിംഗ് അല്ലെങ്കിൽ ഓഡിയൻസ് വളരെ പെട്ടെന്ന് അത് പോസ് ചെയ്യുകയോ ടാബ് ക്ലോസ് ചെയ്യുകയോ ചെയ്യും. തീർച്ചയായും. സോ ദ പ്രഷർ സിംപ്ലി ഷിഫ്റ്റ്സ്. സിങ്ക്രണസ് ഫോമാറ്റിൽ ആ അൺപ്രഡിക്റ്റബിളായ റിയൽ ടൈം എൻവയോൺമെന്റ് ഹാൻഡിൽ ചെയ്യുന്നതിലാണ് പ്രഷർ. അതെ. എസിൻക്രോണസ് ഫോമാറ്റിൽ അത് ഡെലിവറിയും പോസ്റ്റ് പ്രൊഡക്ഷൻ പെർഫെക്ഷനുമായി മാറുന്നു. ഇനി ഈ രണ്ട് എക്സ്ട്രീംസിനുമിടയിൽ നിൽക്കുന്ന സോഴ്സ് മെറ്റീരിയൽ ഹൈബ്രിഡ് മോഡ് എന്ന് വിളിക്കുന്ന ഫോമാറ്റിനെക്കുറിച്ച് സംസാരിക്കാം. ഇതൊരു ജഗ്ലിംഗ് ആക്ട് ആണല്ലോ. ശരിക്കും ഹൈബ്രിഡ് മോഡ് പ്രസന്റേഷൻസ് ഇന്നത്തെ കോർപ്പറേറ്റ് വേൾഡിൽ ഏറ്റവും കോംപ്ലക്സ് ആയ ഫോമാറ്റാണ്. ഒരേ സമയം ഫിസിക്കൽ ഓഡിയൻസിനോടും വെർച്വൽ ഓഡിയൻസിനോടും സംസാരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. സ്പീക്കർ ഒരേ സമയം രണ്ട് വ്യത്യസ്ത എൻവയൺമെന്റ്സിനെയാണ് കേറ്റർ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇതിനു വേണ്ടി വരുന്ന ആ മെന്റൽ ജിംനാസ്റ്റിക്സ്. 10 അടി മുന്നിലിരിക്കുന്ന ആളുകളുടെ ബോഡി ലാംഗ്വേജ് റീഡ് ചെയ്യണം. അതിനൊപ്പം തന്നെ ഇടയ്ക്കിടെ ആ നാച്ചുറൽ ഐ കോണ്ടാക്ട് ബ്രേക്ക് ചെയ്ത് ഓൺലൈൻ ഓഡിയൻസിനു വേണ്ടി വെബ് ക്യാമിലേക്ക് നോക്കണം. ഫിസിക്കൽ റൂമിൽ മാത്രം ഫോക്കസ് ചെയ്താൽ ഓൺലൈൻ ഓഡിയൻസിന് അവർ തേർഡ് വീൽ സ്പെക്ടേറ്റേഴ്സ് ആണെന്ന് തോന്നും. തിരിച്ച് ക്യാമറയിൽ മാത്രം നോക്കിയാൽ റൂമിലിരിക്കുന്നവർക്ക് തോന്നും തങ്ങൾ എന്തിനാണ് നേരിട്ട് വന്നതെന്ന്. ഇതൊരു കണ്ടിന്യൂസ് ബാലൻസിംഗ് ആക്ടാണ്. ആബ്സല്യൂട്ട്ലി. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് മോഡലിന് കൃത്യമായൊരു ഡ്യുവൽ എൻഗേജ്മെന്റ് സ്ട്രാറ്റജി ആവശ്യമാണ്. രണ്ട് ഗ്രൂപ്പുകളെയും ഒരേപോലെ ഉൾപ്പെടുത്തുന്ന തരത്തിൽ ഇന്ററാക്ഷൻസ് ഡിസൈൻ ചെയ്യണം. റൂമിലിരിക്കുന്നവരോട് കൈപോക്കാൻ പറയുന്നതിനൊപ്പം തന്നെ വെർച്വൽ അറ്റൻഡീസിനു വേണ്ടി ഒരു ഡിജിറ്റൽ പോൾ ലോഞ്ച് ചെയ്യാനും സ്പീക്കർ ശ്രദ്ധിക്കണം. ആരും മാർജിനലൈസ്ഡ് ആയി പോകുന്നില്ല എന്നുറപ്പുവരുത്താൻ ട്രെമെൻഡസ് എമൗണ്ട് ഓഫ് പ്രിപ്പറേഷൻ ആവശ്യമാണ്. റൂമിൽ നിന്നുള്ള എനർജറ്റിക് ഫീഡ്ബാക്ക് സ്പീക്കറിന് ഇന്ധനമാകുമ്പോൾ തന്നെ ഡിജിറ്റൽ സ്ട്രീം വഴി ലോകത്തിന്റെ ഏത് കോണിലേക്കും മെസ്സേജ് എത്തിക്കാൻ ഈ ഫോർമാറ്റ് സഹായിക്കുന്നു. കറക്റ്റ്. which naturally leads us to the most critical part of the summary and Q&A. ഒരു ഓൺലൈൻ പ്രസന്റേഷനിൽ ഓഡിയൻസിനെ എങ്ങനെ എൻഗേജ്ഡ് ആക്കി നിർത്താം? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിരസത മാറ്റാൻ വെറുതെ ബുള്ളറ്റ് പോയിന്റ്സ് വായിക്കുന്ന രീതി ഇനി വർക്ക് ആകില്ല എന്നുറപ്പാണ്. തീർച്ചയായും. പവർ പോയിന്റ് പ്രസന്റേഷന്റെ പുറകിൽ ഒളിച്ചെന്ന് സംസാരിക്കുന്ന രീതി ഡിസ്എൻഗേജ്മെന്റിലേക്കുള്ള എളുപ്പവഴിയാണ്. പിന്നെ എന്താണ് വഴി? വിഷ്വൽ മൊനോട്ടണി ബ്രേക്ക് ചെയ്യാൻ ഓഡിയോ വിഷ്വൽ എലിമെന്റ്സ് വളരെ കൃത്യമായി ലെവറേജ് ചെയ്യണം. ഡൈനാമിക് സ്ലൈഡ്സ്, ഷോർട്ട് വീഡിയോസ്, ഇൻഫോഗ്രാഫിക്സ് എന്നിവ ഉപയോഗിച്ച് സങ്കീർണമായ ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കണം. വിഷ്വൽസ് കൃത്യമായി വർക്ക് ചെയ്യുമ്പോൾ സ്പീക്കറിനെ കൂടുതൽ നാരേറ്റീവിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുമല്ലേ? അതെ. പക്ഷേ വിഷ്വൽസ് മാത്രം പോരാ. Q&A സെക്ഷൻ ഹൈലൈറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം ഇന്ററാക്റ്റീവ് ടൂൾസ് ആണ്. അതായത് ഈ ഡിജിറ്റൽ വൈറ്റ് ബോർഡ്സ്, ലൈവ് പോൾസ്, സ്ട്രക്ചേർഡ് Q&A സെഷൻസ് പോലെയുള്ള ഫീച്ചേഴ്സ്. കറക്റ്റ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരിക്കലും വെറും ഗിമിക്സ് അല്ല. ഇതൊക്കെ ഓഡിയൻസിന്റെ അറ്റൻഷൻ പിടിച്ചു നിർത്താനുള്ള ഫോഴ്സിംഗ് ഫങ്ഷൻസ് ആണ്. അതെങ്ങനെയാണ്? ഒരു ഡിജിറ്റൽ വൈറ്റ് ബോർഡിൽ റെസ്പോണ്ട് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ പാസീവ് ലിസണേഴ്സ് പെട്ടെന്ന് ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആയി മാറുകയാണ്. ഇത് അവരെ ഇന്റിമേറ്റ് ചെയ്യാതെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിർബന്ധിതരാക്കുന്നു. വളരെ ശരിയാണ്. ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം എനർജറ്റിക് ഡെലിവറിയുടെ പ്രാധാന്യമാണ്. അതിനെക്കുറിച്ച് മെറ്റീരിയൽ എന്താണ് പറയുന്നത്? ഡിജിറ്റൽ മീഡിയം നമ്മുടെ ഫിസിക്കൽ പ്രസൻസിനെ ഫ്ലാറ്റൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോർമലായി സംസാരിക്കുന്നതിനേക്കാൾ 20% കൂടുതൽ ആനിമേറ്റഡായി സംസാരിച്ചാൽ മാത്രമേ ആ എൻതൂസിയാസം സ്ക്രീനിലൂടെ ഓഡിയൻസിലേക്ക് എത്തുള്ളൂ. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. 20% കൂടുതൽ ആനിമേറ്റഡ് ആകണം. അതെ. സ്റ്റേജിലൂടെ നടന്ന് സംസാരിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ വോക്കൽ വെറൈറ്റിയാണ് ഒരു പ്രധാന പോയിന്റ് എംഫസൈസ് ചെയ്യാൻ സ്പീക്കറിന്റെ കൈവശമുള്ള ഏറ്റവും വലിയ ടൂള്. അപ്പോൾ നമ്മൾ ഈ സോഴ്സ് മെറ്റീരിയലിന്റെ ഓവറോൾ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. ഏൻഷ്യൻ ഗ്രീസ് കാലം മുതൽ പബ്ലിക് സ്പീക്കിംഗിന്റെ കോർ ഒബ്ജക്റ്റീവ് മാറിയിട്ടില്ല.
ഇന്നും അത് പെർസ്വേഷനാണ്, കണക്ഷനാണ്. അതെ, നിങ്ങളുടെ തലയിലുള്ള ഒരു ഐഡിയ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നത് തന്നെയാണ്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, ഫോർമാറ്റ്സ്, ടൂൾസ് എന്നിവയാണ് റാഡിക്കലായി ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടത്. അതെ. അതുകൊണ്ട് തന്നെ ടെക്നോളജി ഇനിയും മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രൊവക്കേറ്റീവായ ഒരു കാര്യമുണ്ട്. എന്താണത്? ഈ VR, AR, ഹോളോഗ്രാഫിക് പ്രൊജക്ഷൻസ് പോലെയുള്ള ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിച്ച് ഒരു ലൈവ് ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക് ലൂപ്പ് വളരെ കൃത്യമായി റീക്രിയേറ്റ് ചെയ്യാനോ എൻഹാൻസ് ചെയ്യാനോ സാധിക്കുന്ന ഒരു കാലം വരുമല്ലോ. തീർച്ചയായും ആ ടെക്നോളജിയൊക്കെ വരുന്നുണ്ട്. അപ്പോ ഫിസിക്കലായി ഒരുമിച്ചിരുന്ന് നടത്തുന്ന ഇൻ പേഴ്സൺ പബ്ലിക് സ്പീക്കിംഗ് ഭാവിയിൽ പൂർണ്ണമായും ഒബ്സലേറ്റായി മാറുമോ? ദാറ്റ് ഇസ് എ ഫാസിനേറ്റിംഗ് തോട്ട്. അടുത്ത തവണ നിങ്ങളൊരു വെർച്വൽ സ്റ്റേജിലേക്ക് ലോഗിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് പ്രസന്റേഷൻ പ്ലാൻ ചെയ്യുമ്പോഴോ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. അതെ. ഏത് ഫോമാറ്റാണ് നിങ്ങളുടെ സന്ദേശത്തിന് ഏറ്റവും അനുയോജ്യം? സിങ്ക്രോണസ് ആണോ, പോളിഷ്ഡായ എസിങ്ക്രോണസ് ആണോ, അതോ കോംപ്ലക്സ് ആയ ഹൈബ്രിഡ് ആണോ? നിങ്ങളുടെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കാൻ ഈ ടൂളുകൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് പ്ലാൻ ചെയ്യുക. ഈ ഡീപ് ഡൈവ് നിങ്ങൾ അതിന് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം.